ക്ലീനിങ്ങിന്റെ കാര്യത്തിൽ ഇവരെ തോൽപ്പിക്കാനാവില്ല. ഹലോ ഫ്രണ്ട്സ്, നമ്മളിൽ ഒരുപാട് ആളുകൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത പണിയായിരിക്കും ക്ലീൻ ചെയ്യുക എന്നുള്ളത്. സാധനങ്ങളൊക്കെ എത്ര വൃത്തിയാക്കിയാലും അത് പിന്നെയും അഴുക്കും പൊടിയും എല്ലാം പറ്റി മോശമാകും. മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളെല്ലാം സ്ഥിരം വൃത്തിയാക്കിയില്ലെങ്കിൽ പൊടി പിടിച്ചൊരു വഴിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ടോപ്പ് 10 മലയാളത്തിൽ കാണാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തരായ മനുഷ്യരെയാണ്. കാരണം ഈ മനുഷ്യർ വൃത്തിയുടെ കാര്യത്തിൽ വളരെ പ്രഗത്ഭരായവരാണ്. നമ്പർ 1, സോഫ ക്ലീനിങ്. നമ്മൾ ആദ്യമായി കാണാൻ പോകുന്നത് സോഫ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ ഏറ്റവും അധികം പൊടി പിടിക്കുന്ന ഒരു ഫർണിച്ചറിലൊന്നാണ് സോഫ. നമ്മളൊരു വാക്യൂം ക്ലീനർ ഉപയോഗിച്ചാൽ പോലും പലപ്പോഴും ശരിയായ രീതിയിൽ നമുക്ക് സോഫയൊന്നും ക്ലീൻ ചെയ്ത് കിട്ടാറില്ല. എന്നാൽ ഈ വീഡിയോയിൽ സോഫോക്കിൾസ് ചെയ്യുന്നത് കണ്ടാൽ ശരിക്കും നിങ്ങൾക്ക് അത്ഭുതം തോന്നിപ്പോകും. സോഫയുടെ കളറ് നമുക്ക് തോന്നുന്നത് ഏകദേശം ആഷ് നിറമാണ്. എന്നാൽ അതിൽ അഴുക്കും പൊടിയും എല്ലാം പറ്റിയതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ നിറം ക്രീം കളറാണ്. നല്ല രീതിയിൽ അഴുക്കുമെല്ലാം പോയി കഴിയുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇത് ക്ലീൻ ചെയ്യുന്നവർ വളരെ നന്നായി തന്നെ ചെയ്യുന്നുമുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയണേ. നമ്പർ 2, സെൽഫോൺ. നമ്മളിൽ ആരും സെൽഫോൺ ഉപയോഗിക്കാത്തവരായില്ല, അല്ലേ? കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആളുകളുടെ കയ്യിൽ വരെ ഇപ്പോൾ സെൽഫോണുകളുണ്ട്. ഈ സെൽഫോണിൽ അഴുക്ക് പറ്റുന്നത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകളെങ്കിലും അത് വൃത്തിയാക്കാൻ ശ്രമിക്കാറുണ്ട്. ഇനി നമ്മൾ കാണുന്ന വീഡിയോയിലെ ആളെ ഒന്ന് നോക്കൂ. ഇദ്ദേഹം ഒരു മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പിലെ ജീവനക്കാരനാണ്. അവിടെ റിപ്പയർ ചെയ്യാൻ വരുന്ന എല്ലാ ഫോണും അദ്ദേഹം ക്ലീൻ ചെയ്തിട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ. അതും വളരെ കൃത്യതയോടെ നല്ല വൃത്തിയോടെയുമാണ് ഈ ജോലി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനൊരു മെക്കാനിക് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലേ? എന്തായാലും അയാളുടെ ജോലിയോടുള്ള ആത്മാർത്ഥതയ്ക്ക് നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. നമ്പർ 3, കാർ വാഷ്. വണ്ടി കഴുകുക എന്നുള്ളത് എല്ലാവർക്കും പൊതുവെ മടിയുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, അത് അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല. അതുമാത്രമല്ല, അത് ചെയ്യുവാനായി ഒരുപാട് സമയവും വേണ്ടിവരും. നമ്മളിൽ ഭൂരിഭാഗം ആളുകളുമൊക്കെ കാർ വാഷ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇടുകയാണ് ചെയ്യാറ്. അങ്ങനെയുള്ള ഒരു കാർ വാഷിംഗ് സെന്ററിൽ ഒരാൾ കാർ വൃത്തിയാക്കുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കാറിന്റെ പുറംഭാഗമൊക്കെ പൊതുവെ കഴുകാൻ എളുപ്പമാണ്. എന്നാൽ കാറിന്റെ ബോണറ്റ് പൊക്കിക്കഴിഞ്ഞാൽ അതിനുള്ളിലെ ചെളിയും മറ്റും കഴുകാനായി അത്ര എളുപ്പമല്ല. എപ്പോഴും അങ്ങനെ കഴുകേണ്ട ആവശ്യം വരില്ലെങ്കിലും അധികം ചെളിയോ മറ്റു പൊടിയോ കയറിയാൽ നമ്മൾ കഴുകാറുണ്ട്. എന്നാൽ ഈ വീഡിയോയിലുള്ള ആളെ നോക്കൂ. അയാൾ എത്ര വേഗത്തിലും കൃത്യതയോടെയുമാണ് ആ ജോലി ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ക്ലീനിങ്ങിൽ അതിവിദഗ്ധനായ മറ്റൊരാളെ കൂടി നമുക്ക് പരിചയപ്പെടാം. ഇവിടെ ഇദ്ദേഹം ക്ലീൻ ചെയ്യുന്നത് ഒരു കാറിന്റെ എഞ്ചിനാണ്. ഒരുപാട് പൊടിപടലങ്ങളും എണ്ണയും ഒക്കെ അതിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. അയാളും വളരെ കൃത്യതയോടെയും വേഗതയോടെയും തന്നെയാണ് ആ ജോലി ചെയ്തു തീർക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുതന്നെയാണ് അവരെ ആ മേഖലയിൽ വളരെ എക്സ്പേർട്ട് ആക്കുന്നതും. നമ്പർ 4, മെറ്റൽ ക്ലീനിങ്. നമ്മുടെ വീടുകളിൽ പലതരത്തിലുള്ള മെറ്റൽ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്, അല്ലേ? ഇപ്പോൾ വീടിന്റെ ഗേറ്റ് മുതൽ പമ്പ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന മോട്ടോർ വരെ ഉണ്ടാകും. എന്നാൽ ഇവയിൽ പലതും ഒരുപാട് കാലം കഴിയുമ്പോൾ തുരുമ്പ് പിടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. പലപ്പോഴും ഇത്തരത്തിൽ തുരുമ്പ് പിടിച്ച സാധനങ്ങൾ പിന്നീട് നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയാതെ വരാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ തുരുമ്പും അഴുക്കും പിടിച്ച മെറ്റൽ പോലുള്ള സാധനങ്ങൾ ക്ലീൻ ചെയ്യുവാനുള്ള ഒരു അടിപൊളി വിദ്യയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ലേസർ ടെക്നോളജിയാണ്. അഴുക്ക് പിടിച്ച സാധനങ്ങളിൽ ഈ ലേസർ കടത്തിവിടുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് ക്ലിയറായി കിട്ടുന്നു. ശരിക്കും ഒരു മാജിക് നടക്കുന്നത് പോലെയുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ക്ലീനിംഗ് ഒക്കെ നമ്മുടെ നാട്ടിലും വന്നാൽ അടിപൊളിയാകും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണേ. നമ്പർ 5, ഷൂ വൃത്തിയാക്കൽ. പുറത്തേക്ക് പോകുമ്പോൾ ഷൂ ഇട്ടുപോയി തിരിച്ചു വന്ന് അത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കളിക്കാൻ പോയാൽ പിന്നെ പറയണ്ട. അത് വെളുത്ത ഷൂ ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല. ഒരു 3-4 മണിക്കൂർ തന്നെ അത് വൃത്തിയാക്കാൻ വേണ്ടിവരും. ഇനി നമ്മൾ കാണാൻ പോകുന്ന വീഡിയോയിൽ വളരെയധികം അഴുക്ക് പിടിച്ച ഒരു വെളുത്ത ഷൂ കാണാം. എന്നാൽ അയക്കുന്ന ആളെ എത്ര ക്ഷമയോടെയാണ് അത് വൃത്തിയാക്കാൻ തുടങ്ങുന്നത്. ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അത് നല്ല വൃത്തിയായി കിട്ടുകയും ആവശ്യത്തിലധികം പോളിഷ് ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കിങ്ങനെ ക്ഷമയോടെ വൃത്തിയാക്കാൻ സാധിക്കുമോ? ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ പറയണേ. നമ്പർ 6, കാർപ്പറ്റ് ക്ലീനിങ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കറുത്ത റോഡിൽ വെള്ള പെയിന്റ് അടിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല. ഒരു വെളുത്ത കാർപ്പറ്റിൽ ആകെ ചെളിയും പൊടിയും എല്ലാം ചേർന്ന് ആകെ കറുത്തിരിക്കുകയാണ്. ഒരു വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് അത് വൃത്തിയാക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശരിക്കും അത്ഭുതമായിട്ടുണ്ട്. എന്തായാലും ഈ ജോലി ചെയ്യുന്ന ആളെ സമ്മതിച്ചേ മതിയാകും. അതുമാത്രമല്ല, ഇത്രയും അധികം ചെളി എങ്ങനെയായിരിക്കും ഇതിൽ വന്നിട്ടുണ്ടാവുക? നമ്പർ 7, പ്രഷർ വാഷർ. വെള്ളത്തിന്റെ പ്രഷർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന പല രീതികളും ഇന്ന് നിലവിലുണ്ട്. അങ്ങനെയുള്ള ഒരു ക്ലീനിംഗ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ നോക്കിയാൽ വെള്ളം പോകുന്ന വലിയ പൈപ്പുകൾ കാണാം.
എന്നാൽ അതിന്മേലെല്ലാം നിറയെ പൊടിയും ചെളിയും ഒക്കെ ആയിരിക്കുകയാണ്. അത് വാട്ടർ പ്രഷർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മെഷീൻ കൊണ്ട് വളരെ കൃത്യമായി വീണ്ടും ക്ലീൻ ചെയ്യുന്നത് കാണാം. ഒറ്റയടിക്ക് എത്ര വൃത്തിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നല്ല തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ തന്നെ അതിൽ നിന്നും നല്ല റിസൾട്ട് കിട്ടുമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അത് വീടിന്റെ മതിലുകൾ ക്ലീനാക്കാനും ചുവരുകൾ ക്ലീനാക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിൽ ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ പറയണേ. നമ്പർ 8 ജോയ്സ്റ്റിക്ക്. വീഡിയോ ഗെയിമുകളും മറ്റും കളിക്കുന്നവർ ഉപയോഗിക്കുന്ന ഈ ഇൻപുട്ട് ഉപകരണമാണ് ജോയ്സ്റ്റിക്ക്. ഗെയിം കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. എന്നാൽ പൊതുവെ കുട്ടികളായാലും മുതിർന്നവരായാലും ഗെയിം കളിക്കുന്നതിനിടയിൽ എന്തൊക്കെ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്ന ശീലമുണ്ട്. ഇതുപോലുള്ള ഉപകരണങ്ങളിൽ അങ്ങനെ അഴുക്കും പൊടിയും പിടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് ഈ ജോയ്സ്റ്റിക്ക് വളരെ മനോഹരമായി ക്ലീൻ ചെയ്യുന്ന ഒരാളെയാണ്. അതിനുവേണ്ടി അയാൾ ചെറിയ ചെറിയ ഉപകരണങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ റിമോട്ടുകളുടെയും ഒക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാകും അല്ലേ? അതെല്ലാം പിന്നെ വൃത്തിയാക്കാനും നമുക്ക് വേണമെങ്കിൽ ഈ രീതി ഉപയോഗിക്കാം കേട്ടോ. നമ്പർ 9 ടെന്നീസ് കോർട്ട്. നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും ടെന്നീസ് കളിക്കാനൊക്കെ അറിയാവുന്നവരായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളും അതെങ്ങനെയാണ് കളിക്കുന്നതെങ്കിലും കണ്ടിട്ടുണ്ടാകും. വലിയ മത്സരങ്ങൾ നടക്കുന്നത് അതിനുവേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ടെന്നീസ് കോർട്ടുകളിലായിരിക്കും. ഒരു 3-4 മത്സരം കഴിയുമ്പോഴേക്കും ടെന്നീസ് കോർട്ടുകളിൽ ആകെ പൊടിയും ചെളിയും എല്ലാം ആയിട്ടുണ്ടാകും. എന്നാൽ ഇത് നല്ല രീതിയിൽ വൃത്തിയായി കൊണ്ട് നടക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ പരിശീലനം കിട്ടിയ തൊഴിലാളികളും അവർക്ക് ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളും ഒക്കെയുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അത്തരത്തിലൊരു ടെന്നീസ് കോർട്ട് വൃത്തിയാക്കുന്ന വീഡിയോയാണ്. കണ്ടോ, എത്ര എളുപ്പത്തിലാണ് അവർ കറുത്ത നിറത്തിലുള്ള ചെളിയെല്ലാം മാറ്റുന്നത്. എന്തായാലും ഈ മെഷീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയണേ. നമ്പർ 10 സിങ്ക്. നമ്മൾ കുറച്ചു കാലം വീടൊക്കെ അടച്ചുപൂട്ടി എവിടെയെങ്കിലും പോയി വരുമ്പോൾ ഏറ്റവും വൃത്തികേടായി കിടക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് വാഷിംഗ് സിങ്കുകൾ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അത്തരത്തിൽ വളരെ മോശമായി കിടക്കുന്ന ഒരു സിങ്കാണ്. എന്നാൽ ഇതും വൃത്തിയാക്കുന്നതിൽ വളരെയധികം എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുണ്ട്. സോപ്പ് ഉപയോഗിച്ച് അയാളുടെ കൈകൾ കൊണ്ട് തന്നെയാണ് അത് വൃത്തിയാക്കുന്നത്. കുറച്ചു നേരത്തെ അയാളുടെ അധ്വാനത്തിന് ഫലമായി എല്ലാ പൊടിപടലങ്ങളും പോയി വളരെ മനോഹരമായ ആ സിങ്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ ശരിക്കും പുതിയൊരു സിങ്ക് വാങ്ങി വെച്ചിരിക്കുന്നത് പോലെയുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേക്കണേ. നമ്പർ 11 വെന്റിലേഷൻ. നമ്മൾ റൂമുകളിലും വലിയ ഹാളുകളിലും ഒക്കെ വായു സഞ്ചാരം കിട്ടാൻ വേണ്ടി വെന്റിലേഷൻ ചെയ്യാറുണ്ട് അല്ലേ? ഇന്ന് വെന്റിലേഷൻ ചെയ്യാൻ പല രീതികളുമുണ്ട്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെന്റിലേഷൻ ബോക്സ് ക്ലീൻ ചെയ്യുന്നതാണ്. നമുക്കൊക്കെ സങ്കല്പിക്കുവാൻ കഴിയാത്ത അത്രയും പൊടിപടലങ്ങളാണ് അതിനുള്ളിലുള്ളത്. എന്തായാലും അത് ക്ലീൻ ചെയ്യാൻ നന്നേ പാടുപെടുന്നുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ വീടിന്റെ വെന്റിലേഷനെ പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ടാകും അല്ലേ? എന്തായാലും നല്ല രീതിയിൽ വൃത്തിയാകുന്നുണ്ട് അല്ലേ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയകൾ വഴി കൂട്ടുകാർക്കുമൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും നന്ദി.